അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, വലിയ വിവാദങ്ങളൊന്നുമില്ല. വാർത്താ മാധ്യമങ്ങളിൽ സാധാരണ ഒരു വാർത്ത വന്നു എന്നതിനപ്പുറം കാര്യമായ ചർച്ചയുമില്ല. ജനം ടി വി പോലെയുള്ള സംഘപരിവാർ ചാനലുകളിൽ വാർത്ത പോലും വന്നിട്ടില്ല. രാഷ്ട്രീയ നിരീക്ഷകരുടെ യൂട്യൂബ് ചാനലുകൾ അനക്കമില്ലാതെ കിടക്കുകയാണ്. കാസ പോലെയുള്ള കൃസംഖികളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ആരവങ്ങളില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അന്തിച്ചർച്ചകൾ എന്തായാലും ഉണ്ടാകില്ല എന്നുറപ്പാണ്. പറഞ്ഞു വരുന്നത് എന്തിനെ കുറിച്ചാണ്? തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്കൂളിൽ ഇപ്പോൾ മണ്ഡലകാലമാണല്ലോ. അയ്യപ്പ ഭക്തന്മാരായ ആളുകൾ 41 ദിവസം വ്രതമെടുത്ത് മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് കറുത്ത വസ്ത്രം ധരിച്ച് മാലയിട്ട് സ്വാമിമാരാകുന്ന കാലം. വിദ്യാർത്ഥികളായ കുട്ടികളും സ്വാമിമാരാകാറുണ്ട്. അവർ സ്കൂളുകളിലേക്ക് വരുമ്പോൾ ഈ ഒരു മണ്ഡലകാലത്ത് കറുത്ത വസ്ത്രം ധരിച്ചിട്ടാണ് വരാറുള്ളത്. മുസ്ലിം മാനേജ്മെന്റിന്റെയൊക്കെ സ്കൂളുകളിൽ അത്തരത്തിൽ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്ന സ്വാമിമാരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയില്ല. അവർക്ക് അവരുടെ വിശ്വാസമനുസരിച്ച്, ആചാരമനുസരിച്ച് വസ്ത്രം ധരിച്ചു കൊണ്ടുവരാൻ അനുവാദമുണ്ട് എന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള യാഥാർത്ഥ്യവുമാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത, ഒരു സ്വാമിയായ ഒരു വിദ്യാർത്ഥി കറുത്ത വസ്ത്രം ധരിച്ചു സ്കൂളിൽ വന്നു എന്നതിൻ്റെ പേരിൽ നവംബർ മാസം 3-ാം തീയതി മുതൽ ഇന്നിപ്പോൾ 12-ാം തീയതിയാണല്ലോ, ഇതുവരെ ആ കുട്ടിയെ ക്ലാസ്സിൽ പഠിക്കാൻ അനുവദിക്കാതെ പഠനത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണെന്നാണ്. തൃശൂർ എളവള്ളിയിൽ ശബരിമല വ്രതത്തിലായിരുന്ന വിദ്യാർത്ഥിക്ക് കറുപ്പ് വസ്ത്രത്തിന്റെ പേരിൽ സ്കൂൾ പ്രവേശനം നിഷേധിച്ചതായി പരാതി. ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരായ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി രംഗത്തെത്തി. നവംബർ 3 മുതൽ കുട്ടിക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചതായും പഠനം വിലക്കിയതായുമാണ് ആരോപണം. സ്കൂൾ അധികൃതരുമായി പലവട്ടം ചർച്ച നടത്തിയിട്ടും പ്രശ്നപരിഹാരത്തിന് ശ്രമമുണ്ടായില്ലെന്നും ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. സംഘപരിവാർ സംഘടനകളും ഹിന്ദു ഐക്യവേദിയും ഒക്കെ വിഷയം ഏറ്റെടുക്കുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തിട്ടും ഇപ്പോഴും ആളനക്കമില്ലാതെ കിടക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ. അതുപോലെ അന്തിച്ചർച്ചകൾ ചാനലുകളിൽ ഉണ്ടാവാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഒരു മാസം പിന്നിലേക്കൊന്ന് പോയി നോക്കിയാൽ ഒരു പെൺകുട്ടി കൊച്ചിയിലുള്ള ഒരു സ്കൂളിൽ തലയിൽ ഒരു തട്ടം മുണ്ടിട്ട് വന്നു എന്നതിൻ്റെ പേരിലുണ്ടായ പുകിലുകൾ എന്തൊക്കെയാണ്! എത്ര അന്തിച്ചർച്ചകളാ നടന്നത്! രാഷ്ട്രീയ നിരീക്ഷകരുടെ എന്തെല്ലാം വീഡിയോകളാണ് ചാനലുകളിലും അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലുകളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തായിരുന്നു ആരവവും ആഘോഷവും! എല്ലാവരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഹിജാബ് ഹിജാബ് എന്ന് വ്യാപകമായ ചർച്ച. എന്നാൽ അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഒരു കുട്ടി സ്കൂളിൽ യൂണിഫോം ഇടാത്തതിൻ്റെ പേരിൽ 3-ാം തീയതി മുതൽ ഏകദേശം 8-9 ദിവസമായി പഠിക്കാൻ വിലക്കേർപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ആർക്കും ഒരു പ്രശ്നവുമില്ല, ഒരു ചർച്ചയുമില്ല. ഇവരുടെയൊക്കെ പ്രശ്നം മുസ്ലിം പ്രതിസ്ഥാനത്ത് വരികയോ മുസ്ലിമിനെ പറ്റി സംസാരിക്കാൻ അവസരമുണ്ടാവുകയോ ചെയ്താൽ മാത്രമേ അവർക്ക് ആവേശമുണ്ടാവുകയുള്ളൂ. ഇപ്പൊ നോക്കൂ, ഹിന്ദു ഐക്യവേദിയുടെ ബാനറിൽ കൊടിയൊക്കെ പിടിച്ച് ബാനറൊക്കെ തൂക്കിയാണ് സമരം നടക്കുന്നത്. അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് എന്താ? വിശ്വാസവും വിദ്യാഭ്യാസവും വിദ്യാർത്ഥിക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശം, അത് ഹനിക്കുവാൻ ഗോകുലം സ്കൂളിന് എന്തവകാശം? ഹിന്ദുവിനും ആചാരങ്ങൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട് ഹിന്ദു ഐക്യവേദി. എന്ത് രസമാണ്! ഒരു കുട്ടിക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് കൊണ്ട് തന്നെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന തരുന്നുണ്ട് എന്ന് ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾ ബാനർ പിടിച്ചിട്ട് ഒരു സ്കൂളിലേക്ക്, ഗോകുലം പബ്ലിക് സ്കൂളിലേക്ക് സമരം നടത്തുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ.
യൂണിഫോമിന്റെ കളറിന് വ്യത്യാസമില്ല, മറ്റു കുട്ടികൾ ധരിക്കുന്ന വസ്ത്രവുമായിട്ടും വ്യത്യാസമില്ല. ആകെ കൂടുതലുള്ളത് തലയിലുള്ള ഒരു തട്ടം കൊണ്ട് മാത്രമാണ്. ഇവിടെ ഇതാ ഒരു കുട്ടി യൂണിഫോമിന്റെ കളറല്ല, മറ്റു കുട്ടികൾ ധരിക്കുന്ന വസ്ത്രവുമല്ല, എന്നിട്ടും ഇവിടെയുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാനില്ല. ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകള് എന്തെല്ലാമായിരുന്നു അയാളുടെ സ്വന്തം ചാനലിലും ന്യൂസ് 18 ചാനലിലും ഒക്കെ പോയിരുന്നു പറഞ്ഞത്. ഇസ്ലാമിന്റെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞു സുപ്രീം കോടതിയുടെ പേരിൽ പോലും കളവുകൾ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു. ഇതുവരെ ശ്രീജിത്ത് പണിക്കർ ഈ വിഷയത്തിൽ മിണ്ടിയിട്ടില്ല. കാരണം എന്താണ്? ഇവിടെയുള്ളതൊരു ഹിന്ദു കുട്ടിയാണ്. ഇവിടെ സമരം ചെയ്യുന്നത് സംഘപരിവാറാണ്. സ്കൂളിന്റെ പക്ഷത്ത് നിന്ന് ന്യായം പറയാൻ ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരുടെ നാവ് പൊന്തുന്നില്ല. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഒരു വിദ്യാർത്ഥിനി തട്ടം മുണ്ടിട്ട് വന്നതിന്റെ പേരില് ഒച്ചവെച്ച ശ്രീജിത്ത് പണിക്കര് എന്തെല്ലാം ന്യായങ്ങളാ പറഞ്ഞത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനോ ഒരു തൊഴിലിടത്തിനോ അവിടെയുള്ള ജീവനക്കാരുടെ അതല്ലെങ്കിൽ അവിടെയുള്ള വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെ ഒക്കെ യൂണിഫോം നിർദ്ദേശിക്കുന്നതിന് അവർക്ക് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അവകാശം നൽകുന്നുണ്ട്. മുമ്പ് പല വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ സുപ്രീം കോടതിയിലടക്കം എത്തിയിരിക്കുമ്പോൾ സുപ്രീം കോടതി തന്നെ സുവ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനോ ഒരു തൊഴിലിടത്തിനോ അവിടെയുള്ള യൂണിഫോം എന്തായിരിക്കണം എന്ന് നിഷ്കർഷിക്കാൻ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. ശ്രീജിത്ത് പണിക്കർക്ക് ഇപ്പൊ ഈ ന്യായം ഒന്ന് പറയാൻ പറ്റുമോ? ഒരു സ്കൂളിന് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ യൂണിഫോം എന്താണെന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന ആ കാര്യം ഇപ്പൊ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിൽ ഒരു കുട്ടി സ്വാമിയായി മാലയിട്ടതിന്റെ ശേഷം കറുത്ത വസ്ത്രം ധരിച്ചു വന്നപ്പോ ആ കുട്ടിയെ സ്കൂളിൽ കയറ്റിയിട്ടില്ല. സംഘപരിവാർ സംഘടനകളും ഹിന്ദു ഐക്യവേദിയും ഒക്കെ സമരം നടത്താൻ. അവരോട് ശ്രീജിത്ത് പണിക്കർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു തീരുമാനമുണ്ട്, അതുകൊണ്ട് സ്കൂളിന് അതിൻ്റെ അധികാരവും അവകാശവുമുണ്ട്, അതുകൊണ്ട് കുട്ടി ആ കറുത്ത വസ്ത്രം ഉപേക്ഷിച്ചിട്ട് സ്കൂളിലേക്ക് യൂണിഫോം ഇട്ട് വരട്ടെ എന്ന് പറയാൻ ശ്രീജിത്ത് പണിക്കർക്ക് കഴിയോ? ഞങ്ങൾ പറയുന്നത് എല്ലാവർക്കും അവരവരുടെ മതവിശ്വാസമുണ്ട്. ആ വിശ്വാസം അനുസരിച്ച് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അത് അതേപോലെ എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോഴല്ലേ ഒരു രാജ്യത്തിന്റെ ഐക്യവും കെട്ടുറപ്പും ഭംഗിയുമൊക്കെ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. പക്ഷെ നിങ്ങളോ ഒരു പെൺകുട്ടി തലയിൽ തട്ടം കൊണ്ടിട്ട് വന്നപ്പോഴേ സുപ്രീം കോടതിയുടെ വിധിയും അതും ഇതുമൊക്കെ പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞത്. ഇപ്പൊ എന്തേ മിണ്ടാത്തത്? എന്നിട്ടോ ഇതാണ് ഇവിടുത്തെ വിഷയം. സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ല ഹിജാബ് എന്നതുകൊണ്ട് അത് അനുവദിക്കപ്പെടുന്നില്ല. ആ സമയത്താണ് ഈ വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിന് പുറമെ മറ്റ് ചില ആൾക്കാരുടെ കൂടി, ഈ സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികളല്ലാത്ത ചില ആൾക്കാരുടെ കൂടി ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നത്. അതൊരു സമ്മർദ്ദത്തിന്റെ രൂപത്തിലാണ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഈ സ്കൂളിന്റെ മാനേജ്മെന്റിന് അവരുടെ യൂണിഫോം പോളിസി എന്താണോ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിയാത്ത തരത്തിലുള്ള എക്സ്റ്റേണൽ പ്രഷർ ഈ സ്കൂളിനുണ്ട് എന്നുള്ളതാണ് പ്രധാനം. എക്സ്റ്റേണൽ പ്രഷറൊക്കെയുണ്ട്. സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികളല്ലാത്ത ആളുകളുടെ പുറത്തുനിന്നുള്ള ഇടപെടൽ കാരണം സ്കൂളിന് വലിയ സമ്മർദ്ദമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച ശ്രീജിത്ത് പണിക്കരെ ഇപ്പോൾ അതാ ഈ പറഞ്ഞ ബ്രഹ്മകുളത്തെ ഗോകുലം പബ്ലിക് സ്കൂളിനും എക്സ്റ്റേണൽ പ്രഷറുണ്ട്. സംഘപരിവാറാണ് പ്രഷർ ഉണ്ടാക്കുന്നത്. സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികളല്ലാത്ത ആളുകളെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. വാർത്ത ചാനലിൽ വന്നതാണ്. ശബരിമല വ്രതത്തിലായിരുന്ന കുട്ടിയെ ഈ കറുപ്പെടുത്ത് വന്ന് ക്ലാസ്സിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നുള്ളതായിരുന്നു രക്ഷിതാക്കളുടെ അടക്കം ആവശ്യം. അവർ ഇത്തരത്തിൽ ആവശ്യം മാനേജ്മെന്റ് അധികൃതരുമായി മുന്നോട്ട് വെച്ചെങ്കിലും ഇത്തരത്തിൽ യൂണിഫോം ഇല്ലാതെ കുട്ടിക്ക് ഇത്തരത്തിൽ ശബരിമല വ്രതത്തിന്റെ ഭാഗമായി കറുപ്പ് വസ്ത്രം അണിഞ്ഞുകൊണ്ട് സ്കൂളിൽ പ്രവേശനം അനുവദിക്കാനാവില്ല. യൂണിഫോം ധരിച്ചാൽ മാത്രമേ കുട്ടിക്ക് ക്ലാസ് മുറിയിൽ കയറാനും പഠിക്കാനും ആകുകയുള്ളൂ എന്നൊരു നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചിരുന്നത്. ഈ വിഷയത്തിൽ പിന്നീട് സ്കൂളിലെ ബന്ധപ്പെട്ട അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും രക്ഷിതാക്കളുടെ ആവശ്യം പരിഗണിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറായില്ല. പിന്നാലെ തന്നെ ഈ രക്ഷിതാക്കൾ ഈ വിദ്യാർത്ഥിയുടെ പ്രശ്നം അവതരിപ്പിച്ച് സംഘപരിവാർ സംഘടനകളെയും ഹിന്ദു ഐക്യവേദിയെയും സമീപിക്കുകയായിരുന്നു.
ആരെ സമീപിച്ചു എന്നാണ്? സംഘുപരിവാർ സംഘടനകളെ, ഹിന്ദു ഐക്യവേദിയെ. അവർ സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികളാണോ ശ്രീജിത്ത് പണിക്കരെ? അവരിപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തേ വീഡിയോ ചെയ്യാത്തത്? നിങ്ങൾക്ക് കഴിയൂല. കാരണം നിങ്ങളുടെയൊക്കെ അസുഖം വേറെയാണ്. പ്രതിസ്ഥാനത്തോ ചർച്ച ചെയ്യപ്പെടുന്നിടത്തോ മുസ്ലിമീങ്ങളായാലേ നിങ്ങൾക്ക് ഈ ആവേശമുണ്ടാവൂ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ മൂടി പുതച്ച് കിടന്നുറങ്ങും, കണ്ടതായിട്ട് പോലും നടിക്കൂല. ഇവിടെ മുസ്ലിമീങ്ങൾ ഒരു കുട്ടിയെ തട്ടം മുണ്ടിട്ട് സ്കൂളിൽ വന്നപ്പോ പുറത്താക്കിയതിന്റെ പേരില് ഇതുപോലെ കൊടി പിടിച്ചു ബാനർ തൂക്കി ആ സ്കൂളിലേക്ക് പ്രതിഷേധ യാത്ര നടത്തിയിട്ടുണ്ടോ? അവിടെ മാതാപിതാക്കൾ വന്ന് ചോദ്യം ചെയ്തു. കൂട്ടത്തിൽ കുറച്ചാളുകളും ഉണ്ടായിരുന്നു. അവര് SDPI-ക്കാരാണ്, PFI-ക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ പിന്നിൽ തീവ്രവാദ സംഘടനയുണ്ടോ, ഇതിന്റെ പിന്നിൽ വേറെ പല ലക്ഷ്യങ്ങളുമുണ്ടോ, ക്രിസ്ത്യൻ സ്കൂളുകളെ തകർക്കാൻ വേണ്ടിയിട്ട് ജിഹാദികളുടെ തന്ത്രമാണോ എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാമാണ് നിങ്ങളും നിങ്ങളുടെ കൂട്ടരുമൊക്കെ വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ എന്തേ ഒന്നും മിണ്ടാനില്ലാത്തത്? ഇത് വല്ലാത്തൊരു ചൊറിച്ചിലാണ്, വല്ലാത്തൊരു അസുഖമാണ്, ഒരു പുകച്ചില്. ആ പുകച്ചിലിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം എവിടെയെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും സ്കൂൾ അടച്ചുപൂട്ടുക, അതുപോലെ വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഏതെല്ലാം രീതിയിലൊക്കെയാണ് അവതരിപ്പിച്ചത്. അതിന് നിങ്ങളെപ്പോലെയുള്ള കുറെ സംഘികളുടെയും കൃസംഘികളുടെയും ഒത്താശയും ഒക്കെയായിട്ടല്ലേ നിങ്ങളൊരു തട്ടം മുണ്ടിനെ ഇത്ര വിവാദമാക്കിയത്? ഇപ്പൊ നിങ്ങളുടെ അണ്ണാക്കില് പിരിവെട്ടിയോ എന്ന് നമുക്ക് ചോദിച്ചു പോകേണ്ടി വരിക.